ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജനുവരി 4, വിശുദ്ധ എലിസബത്ത് ആൻസ്റ്റേൻ. ന്യൂയോർക്കിലെ എപ്പിസ്കോപ്പേലിയൻ കുടുംബത്തിൽ ജനിച്ച ആൻസ്റ്റേൻ പ്രാർത്ഥനയിലും വിശുദ്ധ ഗ്രന്ഥപാരായണത്തിലും ആത്മശോധനയിലും വളർന്നു വന്നു. അവളുടെ പിതാവായ ഡോക്ടർ റിച്ചാർഡ് ബെയ്ലിക്ക് ഒട്ടും ദൈവവിശ്വാസം ഇല്ലായിരുന്നു. എന്നിട്ടും മകളെ പരസ്നേഹവും സേവനവും പരിശീലിപ്പിച്ചു. ആൻസ്റ്റേണിൻ്റെ അമ്മയുടെയും കുഞ്ഞു സഹോദരിയുടെയും വേർപാട് നൽകിയ ഏകാന്തത അവളുടെ ഉള്ളിൽ ഹോമബലിയെ പോലെ നീറാൻ തുടങ്ങി. 19-ാം വയസ്സിൽ ന്യൂയോർക്ക് സുന്ദരിയെ ആൻസ്റ്റേണിനെ വില്യം മാജിക് സ്റ്റോൺ എന്ന ധനിക വ്യാപാരി വിവാഹം കഴിച്ചു. 5 മക്കളുള്ള എലിസബത്തിന് 30 വയസ്സായപ്പോൾ വില്യം ക്ഷയരോഗം വന്ന് മരിച്ചു. അതോടെ ധനവും നശിച്ചു. കത്തോലിക്കരെ പോലെ വിശുദ്ധ കുർബാനയോടും ദൈവമാതാവിനോടുമുള്ള ഭക്തി കാരണം കത്തോലിക്ക സഭയിൽ ചേർന്നു. കുട്ടികളെ സംരക്ഷിക്കാൻ ബോസ്റ്റണിൽ തുടങ്ങിയ സ്കൂളിൽ പഠിപ്പിക്കുന്നതോ ഉപവിയുടെ സഹോദരിമാരും. രോഗങ്ങളും മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകളും അവളെ ഞെരുക്കിക്കൊണ്ടിരുന്നു. ആ വേളയിൽ 2 കുട്ടികൾ മരിക്കുകയും ഒരു മകൻ ദുർമാർഗിയായി തീരുകയും ചെയ്തു. 1821 ജനുവരി 4-ാം തീയതി എലിസബത്ത് ആൻസ്റ്റേൺ ഇഹലോകവാസം പോകി. 1000-ഓളം കത്തുകൾ എഴുതിയ എലിസബത്തിനെ 6-ാം പൗലോസ് മാർപ്പാപ്പ വിശുദ്ധ എന്ന പദവി നൽകി ആദരിച്ചു. അനുദിന പ്രവൃത്തികളിൽ എൻ്റെ പ്രഥമ ലക്ഷ്യം ദൈവേഷ്ടം നിർവഹിക്കുക എന്നതാണ്. ദൈവത്തിൽ നിന്ന് മനസ്സിലാകുന്നതുപോലെ അത് നിർവഹിക്കുകയാണ് 2ാമത്തെ എൻ്റെ ലക്ഷ്യം. അത് ദൈവത്തിൻ്റെ തിരുമനസ്സുപോലെ നിർവഹിക്കുകയാണ് 3ാമത്തെ ലക്ഷ്യം. വിശുദ്ധ ആൻസ്റ്റേണെ, ഞങ്ങളും ഈ ലക്ഷ്യത്തിലെന്നും ചരിക്കുവാൻ ഞങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.